സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും തിരുപ്പിറവി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ വന്ദനം. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചവണ്ട് കുഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്യത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ ഈ പുണ്യനാളിൽ നമ്മുടെ ഹൃദയമാകുന്ന സത്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലും തിരക്കുകളും സോഷ്യൽ മീഡിയയോടുള്ള ആസക്തിയും പഠനത്തോടുള്ള മടിയും അലസതയും കൂടാതെ ലഹരി വസ്തുക്കൾക്കും മോശ സ്വഭാവങ്ങൾക്കും അടിമപ്പെടുന്നതുമായ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയമാകുന്ന സത്യത്തിൽ യേശുവിന് ഇടം നൽകാതെ നമ്മെ അകറ്റുന്നു. എന്നാൽ നാം നിരാശരാകേണ്ടതില്ല. യേശു ക്രിസ്തുവിന്റെ ജന്മം നമുക്ക് സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവിടുന്ന് മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി തീർക്കാൻ കഴിവുള്ളവനാണ്. കുംഭസാരം എന്ന കൂദാശയിലൂടെ നമുക്ക് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തോട് അനുരഞ്ജനപ്പെടാം. യാതൊരുവിധ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇല്ലാതെ കാലിത്തൊഴുത്തിൽ യേശു ജന്മമെടുത്തത് മറ്റൊന്നിനുമല്ല, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അന്ധകാരവൃതമായ ജീവിതത്തിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് എന്നെ പ്രതീക്ഷയുടെ പൊൻകിരണം കൊണ്ട് ദൈവപുത്രസ്ഥാനത്തേക്ക് സ്വർഗത്തോളം ഉയർത്താനാണ്. ഞാനെന്ന ഭാവത്തിന് ശ്രദ്ധമേൽക്കാതെ ഒരു ശിശുവായി പുൽത്തൊട്ടിയിൽ ജനിച്ചു വീണ യേശു എന്നെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സത്രത്തിൽ പോലും സ്ഥലം കിട്ടാതിരുന്ന ഉണ്ണി യേശുവിന് എന്റെ ഹൃദയമാകുന്ന ജീവിത ക്ഷേത്രത്തിൽ ഇടം നൽകാൻ ഒരു അവസരം നൽകാം. ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും പുത്തൻ അനുഭവങ്ങളാകട്ടെ. ഈ ക്രിസ്മസ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും തിരുനാളങ്ങൾ തെളിയിക്കട്ടെ. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. നന്ദി.